നമസ്കാരം. ഹായ് മക്കളെ. നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയവരി പ്രോഗ്രാമും UB മാത്സ് എന്ന യൂട്യൂബ് ചാനലും കൂടെ ചേർന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന മാത്സ് റിവിഷൻ ക്ലാസ് നമ്മൾ ആദ്യത്തെ സെഷൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ സെഷനായിട്ടാണ് വരുന്നത്. അതിൽ രണ്ടാമത് വരുന്ന സെഷനിൽ വരുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നേരെ നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുൻപ്, ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് കമൻറ്റുകളായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ലീവ് റിമൈൻഡർ 3 or 8 when divided by 10. എണ്ണൽ സംഖ്യകളെ 10 കൊണ്ട് ഹരിച്ചാൽ 3 അല്ലെങ്കിൽ 8 ശിഷ്ടം വരുന്ന ശ്രേണി എഴുതുക. മിച്ചം 3 അല്ലെങ്കിൽ 8 വരുന്ന ശ്രേണി എഴുതുക. വാട്ട് ഇസ് എ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ടേം ഓഫ് ദ സീക്വൻസ് ബൈ 5? ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ എന്തായിരിക്കും ശിഷ്ടം അഥവാ മിച്ചം വരുന്നത്? പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് സമർത്ഥിക്കുക, തെളിയിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഈ ചോദ്യത്തിന് ആൻസർ എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ ചോദ്യങ്ങളിലേക്ക് പോവാം. എണ്ണൽ സംഖ്യകളെ 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 3 അല്ലെങ്കിൽ 8 വരണം. നാച്ചുറൽ നമ്പേഴ്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 or 8 വരണം. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് വരുന്നത് ഫസ്റ്റ് റിമൈൻഡർ 3 തന്നെ വരുന്നു. then അടുത്തത് 8 വരുന്നു. അടുത്തത് 13 എന്ന നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 3 വരുന്നു. നമുക്ക് അടുത്തത് റിമൈൻഡർ 3 വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 13 ആണ്. അടുത്തത് 18 ആണ്, എക്സെട്ര. റിമൈൻഡർ 3 വരുന്ന നമ്പേഴ്സും 8 വരുന്ന നമ്പേഴ്സ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിച്ചം 3 അല്ലെങ്കിൽ 8 വരുന്ന സംഖ്യകളുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ ആദ്യത്തത് 3 ആണ്, അടുത്തത് 8 ആണ്, അടുത്തത് 13 ആണ്, അടുത്ത 18 ആണ്. ഇതാണ് വരുന്നത്. ഇനി ഈ സംഖ്യകളെല്ലാം 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എന്തൊക്കെ ആയിരിക്കും എന്നാണ് വരുന്നത്. ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്ര ആയിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് 5 കൊണ്ട് ഹരിച്ചാൽ, ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും 5 കൊണ്ട് ഹരിച്ചാൽ, ആദ്യത്തതിന് 3-നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 3 ആണ്. 8-നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചവും 3 തന്നെയാണ്. 13-നെ ഹരിച്ചാലും മിച്ചം 3 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ സംഖ്യാശ്രേണിയിലെ എല്ലാ പദങ്ങളെയും എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം മിച്ചം 3 ആണ്. ഇതിലെ എല്ലാ ടേംസിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ഹരിച്ചാൽ മിച്ചം ഒരേ സംഖ്യ കിട്ടുന്നത് സമാന്തര ശ്രേണി ആയിരിക്കും, അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ പോരാ, നമുക്കിതിന്റെ നേരെ സമാന്തര ശ്രേണിയുടെ നിർവചനത്തിലേക്ക് കയറണം. അപ്പൊ എന്താണ് സമാന്തര ശ്രേണി, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? സാധാരണ സമാന്തര ശ്രേണി തുടങ്ങുന്ന സമയത്ത് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന നേരം നാച്ചുറൽ നമ്പേഴ്സിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു നമ്പർ ആഡ് ചെയ്യുന്നതാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. എണ്ണൽ സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് വേറൊരു സംഖ്യ കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക ചെയ്യുന്നതാണ് സമാന്തര ശ്രേണി. അങ്ങനെ ഇത് എഴുതാൻ പറ്റുമെന്നാണ് സമാന്തര ശ്രേണി ആണെന്ന്, അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് സമർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊക്കെ എണ്ണൽ സംഖ്യകളെ ഗുണിതത്തിനോട് ഒരു സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ, നാച്ചുറൽ നമ്പേഴ്സിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു നമ്പർ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഈ നമ്പർ നമുക്ക് അറിയാൻ ചെയ്യുന്നത് ഇതില് കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് ഇവിടെ വരുന്നത്, കോമൺ ഡിഫറൻസ് പറയാനായിട്ടല്ല നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണ് നോക്കണം. പക്ഷെ ഡിഫറൻസ് എല്ലായിടത്തും 5 ആണ്. അങ്ങനെയാണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഇപ്പൊ 3 എന്നതിന് 5 × 1 - 2 എന്ന് എഴുതാം. സെക്കൻഡ് നമ്പറായ 8-ന് 5 × 2 - 2 എന്ന് എഴുതാം.
തേർഡ് നമ്പർ 5 into 3 minus 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എല്ലാ സംഖ്യകളെയും 5ന്റെ മൾട്ടിപ്പിളിനോട് കൂടി -2 ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 മൈനസ് ചെയ്യുന്നതായിട്ട് എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞ എണ്ണൽ സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് വേറൊരു സംഖ്യ കുറയ്ക്കുകയാണ്. നാച്ചുറൽ നമ്പേഴ്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 മൈനസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം, സമാന്തര ശ്രേണിയാണെന്ന് പറയാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. 5, 9, 13 etc. is an arithmetic sequence. Which of the number below a term of the sequence? 40, 45, 30, 39 etc. അതായത് 5, 9, 13 etc. എന്ന സമാന്തര ശ്രേണിയില് താഴെ തന്നതിൽ പദമായിട്ട് വരുന്നത്, ടേം ആയിട്ട് വരുന്നത് ഏതാണ്? അപ്പൊ ഇത് ചെയ്യാന് നമ്മൾ അറിയേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ സമാന്തര ശ്രേണി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് നാച്ചുറൽ നമ്പേഴ്സിന് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു നമ്പർ ആഡ് ചെയ്യുന്നതാണ്. ആ രീതിയിൽ ഈ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 4നെ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച്, അഥവാ എണ്ണൽ സംഖ്യകളെ നാച്ചുറൽ നമ്പേഴ്സിനെ 4 കൊണ്ട് ഗുണിച്ച് നമുക്ക് ഒരു നമ്പർ ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം നമുക്ക് 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്ന ശ്രേണിയായിട്ട് എഴുതാം. 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്ന ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നതും 4ന്റെ ഗുണിതത്തിനോട് 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തത് ഏതാണോ അതായിരിക്കും ഇതിനകത്ത് ടേം ആയിട്ട് വരിക. ഈ രീതിയിലാണ് ഇതിൽ ടേം ആണെന്ന് പരിശോധിക്കുന്നത് നോക്കേണ്ടത്. ഇതില് 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന, 4ന്റെ ഗുണിതത്തിനോട് 1 ആഡ് ചെയ്യുന്നതാണ് സീക്വൻസ് എല്ലാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 4ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടുന്ന, 4ന്റെ മൾട്ടിപ്പിൾസിനോട് 1 ആഡ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കേണ്ടത്. ഇപ്പൊ 40 ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 30 ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്ന, 2 കൂട്ടുന്ന. 39 ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന. 45ന് നമുക്ക് 44 പ്ലസ് 1 എഴുതാം. അതല്ലെങ്കിൽ 4 into 11 പ്ലസ് 1 എഴുതാം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് 45 ആണ്. ഈ ശ്രേണിയിലെ ഏതാണ് പദം എന്ന് ചോദിച്ചാൽ 45 ആണ് പദമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 100 ഈ സീക്വൻസിലെ ടേം ആണോ എന്നാണ്. അപ്പൊ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടത് 100നെ 4ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 ആഡ് ചെയ്യുന്ന നമ്പർ ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ്. 4ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടുന്ന എഴുതാൻ പറ്റുമെന്നാണ്. പക്ഷെ 100നെ നമുക്ക് 4 ഗുണിക്കണം 25 എന്ന് എഴുതാം. ഇതന്നെ 100 ആണ്. അപ്പൊ ഇത് 4ന്റെ ഗുണിതമാണ്. 4ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടിയതല്ല. അതുകൊണ്ട് 100 ശ്രേണിയിലെ പദമല്ല, ടേം അല്ല എന്ന് പറയാം. 13th ടേം എന്തായിരിക്കും? സാധാരണ ചെയ്യുന്ന രീതിയിൽ നമുക്ക് 13th ടേം കണ്ടുപിടിക്കണം. 13th ടേം കാണാൻ 13ാമത്തെ പദം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യ പദത്തിനോട് കൂടി 12d ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് ടേമിനോട് കൂടി 12 പൊതുവ്യത്യാസങ്ങൾ കൂട്ടുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്നത് 5 ആണ്. അപ്പൊ 5നോട് കൂടി 12 into കോമൺ ഡിഫറൻസ് ആയ 4, that is 5 plus 12 into 4 48 equal to 53 ആണ്. ഇതാണ് 13th ടേം, 13ാമത്തെ പദം എന്ന് പറയുന്നത്. വാട്ട് ഇസ് സം ഓഫ് ഫസ്റ്റ് 25 ടേം? അതാണ് അടുത്ത ക്വസ്റ്റ്യന്. 25 ടേമിന്റെ സം എന്താണ്? ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്താണ്? ഈ ചോദ്യത്തിന്റെ മലയാളം വെർഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ രണ്ടുപേര് പേജിൽ കൊള്ളാത്തതുകൊണ്ട് രണ്ടായിട്ടാണ് ആൻസർ ഒരു സ്ഥലത്ത് കാണിക്കുന്നു. 25 പദങ്ങളുടെ തുക എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് എന്നാണ്. അപ്പൊ 25 ടേംസിന്റെ സമ്മ് കാണാന്, ഇവിടെ സമ്മ് കാണാനും നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും ലളിതമായി ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ചെയ്യുന്നത് അതായിരിക്കും എന്റെ കറക്റ്റ് മെത്തേഡ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആലോചിക്കുക, സമ്മ് കാണാനുള്ള, തുക കാണാനുള്ള ഈ നമ്പർ ഒരു ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. 25 ഒറ്റ സംഖ്യയാണ്. അപ്പൊ ഒറ്റ സംഖ്യകളുടെ എണ്ണമായിട്ട് വരുന്ന പദങ്ങളുടെ തുക ചോദിക്കുന്നത് എണ്ണം ഒറ്റ സംഖ്യയായിട്ട് ഓഡ് നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ അത് കാണാനുള്ള ഫോർമുല n ഓഡായിട്ട് വരികയാണെങ്കിൽ മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം എന്നാണ്. മധ്യപദം ഇൻറ്റു എണ്ണം എന്നാണ് സൂത്രവാക്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് കയറാം. അവിടെ 25 ടേം ആണെങ്കിൽ മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം, മധ്യപദം ഇൻറ്റു എണ്ണമാണ്. എത്രാമത്താണ് മധ്യപദം എന്ന് അറിയണം.
25 എണ്ണം ഉണ്ട്. നടുക്ക് എത്രാമത്താന്ന് അറിയാൻ ചെയ്യേണ്ടത് ആദ്യത്തെ 25 ആകുമ്പോൾ 1 നിന്ന് തുടങ്ങി 25 വരെ എത്തണം. അപ്പൊ 1ഉം 25 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക, 13 അപ്പൊ 13th ടേം ആണ് ഇവിടുത്തെ മധ്യപദമായിട്ട് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 13th ടേം ഇൻറ്റു 25 വരുന്നു. മക്കളെ ശ്രദ്ധിച്ചോളാം, 13th ടേം ആണ് ഇവിടുത്തെ മിഡ് മധ്യപദമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് ആലോചിക്കേ, ഇത് ചെയ്യണമെങ്കിൽ 13th ടേം കണ്ടുപിടിക്കണം. അപ്പൊ ഈ 13th ടേം കാണാന് ഇതാണ് ഓൾറെഡി നമ്മളോട് തൊട്ട് മുന്നേ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഗ്രേഡഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ടാവാം. ഫസ്റ്റ് ചോദിക്കുന്നത് ചിലപ്പോൾ അടുത്ത ചോദ്യത്തിന്റെ സ്റ്റെപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കണക്ട് ചെയ്ത് ആലോചിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്താം. 13th ടേം 13ാമത്തെ പദം ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 53 ആണ്. അപ്പൊ 53 അതിന് 25 കൊണ്ട് ഗുണിക്കുന്നു. 53 ഇൻറ്റു 25 5 25 50 25 1250 1325. ഇതാണ് ആദ്യത്തെ 25 പദങ്ങളുടെ തുക വരുന്നത്. അപ്പൊ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണാൻ നമുക്ക് മിഡ് ടേമിന്റെ നമ്പർ ഓഫ് ടേം മധ്യപദമിന്റെ എണ്ണം എന്ന സൂത്രാക്കി ഉപയോഗിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അടുത്ത, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേം ഓഫ് ആൻ arithmetic sequence ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4 ആൻഡ് ആഡിങ് 1. നാച്ചുറൽ നമ്പേഴ്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 ആഡ് ചെയ്യുന്ന സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടേമിന്റെ സം എന്താണ്? അപ്പൊ ഇങ്ങനെ ചോദ്യം വരുമ്പോ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എഴുതിയ സീക്വൻസ് എന്നത് 4ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 ആഡ് ചെയ്യുന്ന സീക്വൻസ് ആണ്. അതിന്റെ 25 ടേമിന്റെ സമ്മ് 1325 ആണ്. അങ്ങനെയാണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 3 ആഡ് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 3 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 + 2 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. 3 എന്നുള്ളതിനെ 1 + 2 ആയിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ 4n + 5 ആവുന്ന 25 ടേമിന്റെ സമ്മ് നമുക്കറിയാം 1325 ആണ്, 1325 ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ സീക്വൻസിന്റെ 25 പദങ്ങളുടെ തുക കാണാൻ നേരത്തെ കണ്ടുപിടിച്ച സമ്മിനോട് കൂടി 1325 എന്നുള്ള സമ്മിനോട് കൂടി എല്ലാ ടേമിനോട് കൂടി ഒരു 2 ആഡ് ചെയ്താൽ മതി. ഇവിടെ 25 ടേം ആണ്, അപ്പൊ ഒരു 25 ഇൻറ്റു 2 കൂടെ ആഡ് ചെയ്യാം. അതായത് 1325 പ്ലസ് 50 1375 ആണ്. ഇതാണ് വരുന്നത്. നമുക്ക് ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇതില് ആദ്യത്തെ സീക്വൻസിലെ 25 ടേമിന്റെ സമ്മ് കാണാൻ നമ്മൾ ഇതിന്റെ മധ്യപദമായ 13ാം പദം ഇൻറ്റു 25 എടുത്തു. ഈ 13ാം പദം എന്നത് ഇവിടെ 53 ആണ്. അതിന് 25 കൊണ്ട് ഗുണിച്ചു, 1325 വന്നു. ഇനി അടുത്തത് ഈ സീക്വൻസ് ആലോചിക്കണം. അപ്പൊ ഈ സീക്വൻസ് വീണ്ടും 25 ടേമിന്റെ സമ്മ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് കണക്റ്റഡ് ആയിരിക്കും ചോദ്യം എന്ന് തിരിച്ചറിയണം. അപ്പൊ ആദ്യത്തെ സീക്വൻസ് എന്ന് പറഞ്ഞത് 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഉള്ള സീക്വൻസ് എന്നത് 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്തതാണ്. 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞാൽ 1 + 2 എന്ന രൂപത്തിൽ 3 എന്ന് കാണുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സമ്മ്. അതിൽ ഓരോ ടേമിനോട് കൂടി 2 ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 25 ടേമിന്റെ സമ്മ് കാണാൻ ഈ 1325 എന്നുള്ള സമ്മിനോട് കൂടി ഓരോ ടേമിനോട് കൂടി 2 ആഡ് ചെയ്യണം. അങ്ങനെ 25 ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 25 ഇൻറ്റു 2 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 1325 പ്ലസ് 50 1375 1375 എന്നാണ് ഈ ശ്രേണി കിട്ടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് തിരിച്ച് നമ്മൾ ഇപ്പൊ സമ്മ് കാണാൻ നമ്മൾ ഉപയോഗിച്ചത് മിഡ് ടേമിന്റെ നമ്പർ ഓഫ് ടേം എന്നുള്ളതാണ്. അപ്പൊ സമ്മ് കാണാൻ നമ്മൾ ഉപയോഗിച്ച ഇപ്പോഴുള്ള ഫോർമുല n ഉള്ളത് ഓഡ് ആവുകയാണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം എന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. മധ്യപദം ഇൻറ്റു എണ്ണമാണ്. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു തിരിച്ചുള്ള ചിന്തയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇപ്പോ തുകയാണ് തരുന്നതെങ്കിൽ, ഉദാഹരണത്തിന് 25 പദങ്ങളുടെ തുകയാണ് 1325 തന്നാൽ ഇതിൽ നിന്ന് നമുക്ക് തിരിച്ച് ഇതിന്റെ മിഡ്ടേമായ 13ാം പദം കണ്ടുപിടിക്കാം. അത് കാണാന് തുകയെ സമ്മിന് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന അതിന് മിഡ്ടേം ആയിരിക്കും.
അപ്പൊ തിരിച്ചുള്ള ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കണം, എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ നോക്കുക, അടുത്ത അതുപോലത്തെ ഒരു ചോദ്യമാണ്. Sum of first 9 terms of an arithmetic sequence is 225 and sum of first 12 terms is 372. Find its fifth term and sum of fourth, fifth and sixth term. Find its 11th term. Find the sum of first 21 terms and write the sequence. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 225 ആദ്യത്തെ 12 പദങ്ങളുടെ തുക 372 ആദ്യ 5ാം പദം കണ്ടുപിടിക്കുക, ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് 9 ടേമിന്റെ സമ്മ് 225 ആണ്. അതുപോലെ 12 ടേമിന്റെ സമ്മ് 372 ആണ്. 372 ആണ്. അപ്പൊ ആദ്യം ഇത് ആലോചിക്കാം. സമ്മ് തന്നത് ഓഡ് നമ്പർ ആയിട്ട് വരുന്ന സമ്മാണ് ചോദിച്ചത്. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആവുന്ന പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആവുന്ന തുകയാണ് 225. ഇങ്ങനെ കിട്ടിയാൽ ഉടനെ നമുക്ക് ഇതിന്റെ മിഡിലെ ടേം കണ്ടുപിടിക്കാം, മധ്യപദം കണ്ടുപിടിക്കാം. അപ്പൊ 9 ആണെങ്കിൽ മധ്യപദം കിട്ടാൻ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുന്നു, അപ്പൊ 5 ആണ്. അവിടുന്ന് 5ാമത്തെ പദം കണ്ടുപിടിക്കാം. ഫിഫ്ത്ത് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫിഫ്ത്ത് ടേം കിട്ടാന് സമ്മിന് 9 ടേമിന്റെ സമ്മിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഥവാ 225 എന്ന 225 എന്ന സമ്മിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 25 എന്നുള്ള ആൻസർ വരുന്നു. ഇനി രണ്ടാമത്തെ കേസ് വരുന്നത് സം ഓഫ് 12 ടേംസ് ആണ്. 12 പദങ്ങളുടെ തുകയാണ്. ഇത് നോർമലി 12 പദങ്ങളുടെ തുക തന്നാൽ ഒരു ടേം നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമുക്കൊരു സമ്മ് കണ്ടുപിടിക്കാം. പെയറിന്റെ സമ്മ്, ജോഡികളുടെ തുക കണ്ടുപിടിക്കാം. അപ്പൊ ജോഡികളുടെ തുക ഉപയോഗിച്ചിട്ട് വേണം കണ്ടുപിടിക്കാം. മറ്റൊരു രീതിയുള്ളത്, ഈ 12 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ 9 ടേമിന്റെ സമ്മിനോട് കൂടി ആദ്യത്തെ 9 പദങ്ങളുടെ തുകയോട് കൂടി പിന്നെ 9 പദങ്ങളുടെ തുകയോട് കൂടി പിന്നെ 10ാമത്തെ പദവും 11ാമത്തെ പദവും 12ാമത്തെ പദവും കൂടെ കൂട്ടാണ്. ഈ രീതിയിൽ ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. 12 പദങ്ങളുടെ തുക എന്നാൽ 9 പദങ്ങളുടെ തുകനോട് കൂടി 10ാം പദം 11ാം പദം 12ാം പദം കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് 372 ആണ്. 372 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറുകൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് 10ാം പദം പ്ലസ് 11ാം പദം പ്ലസ് 12ാം പദം, 10th ടേം പ്ലസ് 11th ടേം പ്ലസ് 12th ടേം കാണാന് 12 ടേമിന്റെ സമ്മെന്ന് 9 ടേമിന്റെ സമ്മ് മൈനസ് ചെയ്യാം. 372 മൈനസ് 225, 372 മൈനസ് 225 വരുന്നു. അപ്പോ 2 മൈനസ് 5 7, 6 മൈനസ് 2 4, 147 വരുന്നു. അപ്പൊ 147 ആണ് ഈ 3 ടേമിന്റെ സമ്മ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാം. 11th ടേം കാണാന് ഈ സമ്മിന് ടോട്ടൽ നമ്പർ 3 ആണ്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 147 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 14 4 ടൈംസ് 12, 27 9, 11th ടേം 9 വരുന്നു. ഇനി അടുത്തത് നമുക്ക് നേരത്തെ എന്ന ചോദ്യത്തില് ഈ 5ാമത്തെ പദം നമുക്ക് 25 ആണ് തന്നിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു പദം കിട്ടിയാൽ, ഉദാഹരണത്തിന് നമുക്കൊരു 3ാം പദം 10 ആണെന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ അപ്പുറം ഇപ്പുറമുള്ള 2ാം പദവും 3ാം പദവും 4ാം പദം കൂടെ എടുത്താൽ നമുക്കറിയാം, ഇങ്ങനെ വരുമ്പം ഈ 2 പദങ്ങളുടെ തുക എപ്പോഴും ഇതിന്റെ ഇരട്ടിയായിരിക്കും. അഥവാ ഇങ്ങനെ വരുമ്പോ എണ്ണം വരുന്ന എപ്പോഴും ഒറ്റ സംഖ്യ ആണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിൽ സമ്മ് എന്നാണ് മിഡിലിൽ വരുന്ന നമ്പറിന്റെ നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോ ഇത് കിട്ടാന് മിഡിലായിട്ട് 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അതേപോലെ ഇവിടുത്തെ ചോദ്യത്തില് അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചത് ഈ ശ്രേണിയിലെ ശ്രദ്ധിച്ചു നോക്കിയ, ഈ ശ്രേണിയിലെ 4, 5, 6 പദങ്ങളുടെ തുക എന്താണെന്ന്. 4, 5, 6 പദങ്ങളുടെ തുക എന്താണ്? x4, x5, x6 ഈ തുക എത്ര ആയിരിക്കും എന്ന് വരുന്നത്. അത് ഇതിന്റെ നടുക്കത്തിന്റെ 3 ടൈംസ് ആയിരിക്കും. നടുക്കത്തെ ടേം എന്ന് പറഞ്ഞത് 5th ടേം ആണ്. അപ്പൊ x5ന്റെ 3 ടൈംസ് ആയിരിക്കും. x5 എന്നുള്ളത് 25 ആണ്. 25 × 3 75 ആയിരിക്കും.
അപ്പോൾ ഒരു ടേം കിട്ടിയാൽ അതിന്റെ അപ്പുറപ്പുറമുള്ള ടേമുകൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് വെച്ചിട്ട് മിഡ് ടേമിന്റെ നമ്പർ ഓഫ് ടേം എന്നുള്ള ഐഡിയയിലേക്ക് വീണ്ടും പോവാം. ഓക്കെ, അപ്പൊ 11th ടേം വന്നു. ഇനി നമ്മോട് ചോദിച്ചത് ഇതിന്റെ 11th ടേം ചോദിച്ചു. നമുക്ക് 11th ടേം കണ്ടു. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 21 ടേംസ് എന്നാണ്. വീണ്ടും നമുക്ക് സം ഓഫ് ഫസ്റ്റ് 21 ടേംസ് എന്നാണ്. ശ്രദ്ധിക്കുക, 21 ടേമിന്റെ സമ്മ് കാണാൻ വീണ്ടും നമ്മൾ നമ്പർ ഓഫ് ടേംസ് ഓടാണ്. മിഡ് ടേമിന്റെ നമ്പർ ഓഫ് ടേം 21 ആകുമ്പോൾ അതിന് മിഡ് ടേം മധ്യപദം 11 × 21 വരുന്നു. ഇതിൽ 11ാമത്തെ പദം 49 × 21. അപ്പോൾ 49 × 21 1039 വരുന്നു. 1039. ഇതാണ് 21 പദങ്ങളുടെ തുക. അടുത്ത ഇതിന്റെ സീക്വൻസ് സമാന ശ്രേണി എഴുതണം. ഈ ശ്രേണി എഴുതാണ് അടുത്ത പ്രത്യേകത വരുന്നത്. അപ്പൊ ആ ശ്രേണി എഴുതാന് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഫസ്റ്റ് ടേം അറിയണം, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് അറിയണം. അപ്പൊ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കാണാൻ ഇവിടെ നമുക്ക് 2 ടേം അറിയാം, 11th ടേം അറിയാം, 5th ടേം അറിയാം. അങ്ങനെയാണെങ്കിൽ 11th ടേം എന്ന് 5th ടേം മൈനസ് ചെയ്ത് അതിനെ 11 - 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11th ടേം 49 മൈനസ് 5th ടേം 25 ബൈ 11 - 5 6 ഈക്വൽ ടു 24/6 4 എന്ന് വരുന്നു. ഫസ്റ്റ് ടേം കാണാൻ 5th ടേം അറിയാം. 5th ടേം എന്ന് ഒരു 4d മൈനസ് ചെയ്താൽ മതി. ഇവിടുത്തെ 4d എന്ന് പറഞ്ഞത് 5th ടേം എന്ന് പറഞ്ഞാൽ 25 ആണ്. മൈനസ് 4d എന്ന് പറയുമ്പോൾ 4 × 4 25 - 16 9 വന്നു. അപ്പൊ ഫസ്റ്റ് ടേം 9 ആണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. സീക്വൻസ് 9 13 17 എക്സെട്ര. ഇതാണ് സീക്വൻസ് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവുന്നില്ലെങ്കിൽ കമന്റ് ചെയ്തോളാം. നമുക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്തൊരു കൺസെപ്റ്റ് വരുന്നത് സം ഓഫ് 5th ടേം ആൻഡ് 16th ടേം ഓഫ് an arithmetic sequence is 80. ഒരു സമാന ശ്രേണിയുടെ 5ാം പദത്തിന്റെയും 16ാം പദത്തിന്റെയും തുക 80 ആണ്. 5ാം പദത്തിന്റെയും 16ാം പദത്തിന്റെയും തുക 80 ആണ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ഇറ്റ്സ് 2nd ആൻഡ് 19th ടേം. ഇതിലെ 2nd ടേമും 19th ടേമും തമ്മിലുള്ള സം എന്തായിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഒരു സമാന്തര ശ്രേണിയിലെ അരിത്തമെറ്റിക് സീക്വൻസില് സിമിലർ പെയർ ആയിട്ട് വരുന്ന സമാന ജോഡികൾ വരുന്ന സംഖ്യകളുടെയൊക്കെ തുക, പദങ്ങളുടെയൊക്കെ തുക തുല്യമായിരിക്കും. ഇപ്പോ സമാനമായ സിമിലർ പെയർ ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ പൊസിഷന്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. പദസ്ഥാനങ്ങളുടെ തുക കാണുന്നു. 5ഉം 16 കൂട്ടിയാൽ 21 ആണ്. അങ്ങനെയാണെങ്കിൽ പദസ്ഥാനങ്ങളുടെ തുക പൊസിഷന്റെ സമ്മ് 21 വരുന്ന എല്ലാ പദങ്ങളുടെ തുക ഈ ശ്രേണിയിൽ ഒരേ സംഖ്യ വരുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് 2ഉം 19 എന്ന് പറഞ്ഞത് സിമിലർ ആണോ എന്ന് അറിയാൻ അത് ആഡ് ചെയ്ത് നോക്കുക. 21 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തുകയും 80 തന്നെയാണ്. അപ്പൊ സിമിലർ ആയിട്ട് വരുന്ന ജോഡിയാണെങ്കിൽ സിമിലർ ജോഡിയുടെ തുക തുല്യമായിരിക്കും. അത് കിട്ടാന് സ്ഥാനങ്ങളുടെ തുക എടുക്കുക, പൊസിഷന്റെ സം എടുക്കുക. സെയിം നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ അത് സിമിലർ പെയർ ആയിരിക്കും, സമ്മ് സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് 20th ടേം. ഇതിന്റെ ആദ്യത്തെ പദവും 20ാമത്തെ പദവും കൂട്ടിയാൽ എത്രയാണെന്നാണ്. വീണ്ടും നമ്മൾ ഇതുപോലെ ആലോചിക്കുക. 1ഉം 20ഉം കൂട്ടിയാൽ 21 ആണ്. നേരത്തുള്ള സെയിം നമ്പർ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സമ്മും 80 തന്നെയാണ്. ഇതിൽ അടുത്തത് 20 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്തായിരിക്കും എന്നാണ്. അത് കിട്ടാന് നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് 1 പെയർ എന്നുള്ള ഐഡിയ ഉപയോഗിക്കാം. ജോഡികളുടെ എണ്ണം ഇൻറ്റു
ഒരു ജോഡിയുടെ തുക എന്നുള്ള ആശയം ഉപയോഗിക്കാം. നമ്പർ ഓഫ് പേയേഴ്സ് ഇൻറ്റു സം ഓഫ് വൺ പെയർ എന്നുള്ള ഐഡിയ ഉപയോഗിക്കാം. ഇവിടെ നമ്പർ ഓഫ് പേയേഴ്സ് എന്നുള്ളത് 20 എണ്ണമാണ്. അങ്ങനെയാണ് നമ്പർ ഓഫ് പെയർ അതിന്റെ പകുതി 10 ആണ്. ജോഡികളുടെ എണ്ണം പകുതി 10 ആണ്. സം ഓഫ് വൺ പെയർ എന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 80 ആണ്. അപ്പൊ 10 × 80 800 ആണ്. ഈ രീതിയിലാണ്. അപ്പൊ നമ്മൾ സമ്മ് കാണാൻ തന്നെ വ്യത്യസ്ത രീതിയിൽ മാർഗങ്ങൾ ഉപയോഗിക്കാണ്. അപ്പൊ ഏറ്റവും നല്ല മെത്തേഡ് ഏത് സമയത്ത് ഉപയോഗിക്കണമെന്നുള്ളത് നോക്കിയിട്ട് ഓരോ സമയത്തിനനുസരിച്ചാണ് നമ്മൾ ഈ മെത്തേഡ് തീരുമാനിക്കുന്നത്. ആ രീതിയിൽ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് കയറാം. അപ്പോൾ ഇങ്ങനെ പേര് വരുന്ന സമ്മ് നമുക്ക് വന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഇഫ് ദ കോമൺ ഡിഫറൻസ് ഇസ് 2 ഫൈൻഡ് ഇസ് ഫസ്റ്റ് ടേം. ഇനി ഇതില് കോമൺ ഡിഫറൻസ് 2 കൂടെ ആണ്, പൊതുവ്യത്യാസം 2 ആണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ പദം എന്തായിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് അറിയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് എടുക്കുന്നു. ഇപ്പോ ഉദാഹരണത്തിന് ഇത് എടുക്കുന്നില്ല, ഈ 2 എണ്ണം. ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പദവും 20ാമത്തെ പദവും കൂടെ കൂട്ടിയാൽ 80 കിട്ടുന്നു. ആദ്യ പദവും ഫസ്റ്റ് ടേമും 20th ടേമിന് നമുക്ക് x1 + 19d എന്ന് എഴുതാമല്ലോ. 19d എന്ന് എഴുതാം. അപ്പൊ x1 + 19d എന്നുള്ളത് 80 ആണ്. 2x1 + 19d = 80 എന്ന് വരും. ഇതിൽ d എന്നത് 2 ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് 2x1 + 19 × 2 = 80 എടുക്കാം. അഥവാ 2x1 = 80 - 38 = 42 വരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ടേം എന്നത് 42ന്റെ പകുതി 21 ആണ്. 42ന്റെ പകുതി 21. അപ്പൊ ഇങ്ങനെ ഈ കണക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മള് അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിലെ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പാസ് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമല്ല, ഇതിനകത്ത് ചെറിയ ചെറിയ പോയിന്റുകൾ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഇതിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇത് മാത്രമായി പോയത് പഠിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തല്ലാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് നമ്പറും കൂടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ നമുക്ക് ചെയ്യാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിനകത്ത് ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ വാട്സപ്പിലും മറുപടി പറയുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണ്. അടുത്തത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം എന്ന ഭാഗമാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതിലെനിക്ക് ജോമെട്രി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചോദ്യം ഉണ്ടാവും. അപ്പൊ ജോമെട്രിയിൽ വരുന്നത് റേഷ്യോ ഓഫ് ഏരിയ ആണ് നമുക്ക് പ്രോബബിലിറ്റി ആയിട്ട് പറയുന്നത്. പരപ്പളകളുടെ അംശബന്ധമാണ് സാധ്യത എന്നാണ്. ശരിക്കും പരപ്പളവൊന്നും വേണമെന്നില്ല, പരപ്പളവുകൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ശരിക്കും സാധ്യത വരുന്നത്. അപ്പൊ ഈ ചോദ്യം നോക്കാം. O എന്നുള്ള സർക്കിളിന്റെ സെന്റർ ആണ്. അതുപോലെ AO എന്നതും AB എന്നതും ഡയമീറ്റർ ആണ്. അപ്പൊ രണ്ടും നമ്മൾ സെന്റർ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് AB എന്നത്. ഇഫ് എ ഡോട്ട് ഈസ് മാർക്ക്ഡ് ഇൻസൈഡ് ദ സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ്, ഇതിനകത്ത് ഈ ചിത്രത്തിനകത്തേക്ക് നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു നോക്കാതെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് സർക്കിൾ? ഈ കറുപ്പിച്ചിരിക്കുന്ന സർക്കിളിനകത്താവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, പുറത്താവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഈ രണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ വേണ്ടത് ഇങ്ങനൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തില് നമ്മളൊരു പോയിന്റ് ഡോട്ട് മാർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്താവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് പോർഷൻ ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഏരിയ ഷെയ്ഡഡ് സർക്കിൾ ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ പറയുമ്പോൾ വലിയ സർക്കിളിന്റെ ഏരിയ വരുന്നു. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് ബൈ വലിയ ഷെയ്ഡ് ചെയ്ത ചെറിയ വൃത്തത്തിന്റെ പരപ്പളവ് ബൈ വലിയ വൃത്തത്തിന്റെ പരപ്പളവ്, ഇതാണ് വരുന്നത്. പക്ഷെ നമുക്ക് പരപ്പളവ് നേരെ കാണില്ല, പരപ്പളവിന്റെ റേഷ്യോ കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ട് സർക്കിളിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസിന്റെ
റേഷ്യോയുടെ സ്ക്വയർ ആയിരിക്കും നമുക്കറിയാം. കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ സർക്കിളിന്റെ റേഡിയസ് R1 ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പൈ R1 സ്ക്വയർ, വലുതിൻ്റെത് R2 ആണെങ്കിൽ പൈ R2 സ്ക്വയർ. ഇതാണ് റേഷ്യോ. അത് പൈ എന്നുള്ള കോൺസ്റ്റന്റ് കട്ട് ചെയ്ത് പോയാൽ R1 സ്ക്വയർ R2 സ്ക്വയർ ആണ് ഇങ്ങനെ വരുമ്പോഴുള്ള റേഷ്യോ വരുന്നത്. ഇനി നമുക്ക് R1 R2 എന്നുള്ളതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കണം. അപ്പോ ഇതിന്റെ ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ് നമ്മളെടുത്തു R1 ആണ് എടുക്കുന്നതെങ്കിൽ വലുതിൻ്റെത് അതിന്റെ ഡബിൾ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് R1 R2 എന്നൊക്കെ പറയുന്നതിന് പകരം ചെറിയ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് R എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വലിയ സർക്കിളിന്റെ റേഡിയസ് മൊത്തമാണ്, ഇപ്പോൾ 2R ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേഷ്യോ വരുന്നത് ചെറുതിന്റെ റേഷ്യോ R സ്ക്വയർ ബൈ 2R ഹോൾ സ്ക്വയർ ആണ്. R1 സ്ക്വയർ R2 സ്ക്വയർ ഇതാണ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഇവിടെ R സ്ക്വയർ ബൈ 4R സ്ക്വയർ എന്ന് എഴുതാം. ഇത് കട്ട് ചെയ്താൽ 1/4 ആണ് റേഷ്യോ വരുന്നത്. അപ്പൊ ഇൻസൈഡ് ദ ഷെയ്ഡഡ് സർക്കിൾ, കറുപ്പിച്ച വൃത്തത്തിനകത്താവാനുള്ള സാധ്യത 1/4 ആണ്. ഏരിയയുടെ റേഷ്യോ ആണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഔട്ട്സൈഡ് ആണ്. ഇതുപോലെ ഏരിയ കണ്ടുപിടിച്ചിട്ട് പറയാം. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഒന്നുകിൽ ഇതിന്റെ അകത്തായിരിക്കും അല്ലെങ്കിൽ പുറത്തായിരിക്കും. ഈ രണ്ട് കേസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരെണ്ണം കിട്ടിയാൽ മറ്റത് കിട്ടാൻ മൊത്തമുള്ള ടോട്ടൽ പ്രോബിലിറ്റി എന്ന 1ൽ നിന്ന് ഈ 1/4 മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അതൊന്ന് അകത്താവാനുള്ള സാധ്യത 1/4 ആണ്. അപ്പൊ അങ്ങനെയാണ് പുറത്താവാനുള്ള സാധ്യത 1 - 1/4 3/4 ആണ്. ഇതാണ് പ്രോബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ഗുഡ്സ്. അടുത്തൊരു കാര്യം, ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ആവാം ചിലപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്ന്, all the numbers from 1 to 100 written in a slip of paper and all the slips are put in a box if one slip is drawn. രണ്ട് പെട്ടികളിൽ ഇതില് മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ ചെറുതായി മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുള്ള ചോദ്യം വരാം. all the numbers from 1 to 1000 is written in a slip of paper and one slip is put in a box if one slip is drawn. 1 മുതൽ 1000 വരെയുള്ള സംഖ്യകൾ എഴുതി പേപ്പറുകൾ ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പേപ്പർ തിരഞ്ഞെടുത്താൽ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ്? ഇസ് എ ഫാക്ടർ ഓഫ് 1000. 1000 ഫാക്ടർ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് 3 ഡിജിറ്റ് പാലിഡ്രോം? 3 അക്ക ഇരുവഴി സംഖ്യകളാവാനുള്ള സാധ്യത എന്താണ്? ഈ സാധ്യതകളെ നമ്മൾ പെർസെന്റേജ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇത് മലയാളം എഴുതിയത് കുറച്ച് മാറിപ്പോയി ചോദ്യം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലെ ചോദ്യത്തിന്റെ ആൻസർ പറയാം. ഒരു ബോക്സിനകത്ത് 1 മുതൽ 1000 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. 1 to 1000 വരെയുള്ള നമ്പർ ഉണ്ട്. ഇതെന്നൊരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് നമ്പർ? ഈസ് ഫാക്ടർ ഓഫ് 1000. 1000ന്റെ ഘടകമാവാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മാർഗം അറിയണം. മുഴുവൻ ഘടകം വേണ്ട, നമുക്ക് എണ്ണം തമ്മിൽ മതി. ഇവിടെ ടോട്ടൽ 1000 എണ്ണം ഉണ്ട്. അതിൽ ഘടകങ്ങൾ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ ആ റേഷ്യോ ആണ് പ്രോബിലിറ്റി ആയിട്ട് വരിക. അപ്പൊ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു മാർഗം നോക്കണം. ഉദാഹരണത്തിന് നമുക്ക് ഒരു 200 ആണ്. ഈ 200ന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ 6th പഠിച്ചൊരു മെത്തേഡ് ഉണ്ട്. ആദ്യം ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഇപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 100 വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 50 വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 25 വരും. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5 ടൈംസ് വരും. Therefore 200 can be written as 2 cube 1 2 3 2 cube into 5 square എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പവേഴ്സിന്റെ കൂടി 1 ആഡ് ചെയ്യുന്നു. 3 + 1 into 2 + 1 equal to 4 into 3 12 ആണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതല്ല നമ്മുടെ ചോദ്യം, 1000 ആണ്. അപ്പൊ ചെയ്യാൻ 1000നെ ഇതുപോലെ ചെയ്തു നോക്കാം. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം. 1000നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഹാഫ് ആവും 500. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 250 വരുന്നു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 125 വരുന്നു. ഇനി 2 കൊണ്ട് പറ്റില്ല
5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 25 വരുന്നു. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 5 വരുന്നു. അങ്ങനെയാണെങ്കിൽ 1000 ക്യാൻ ബി റിട്ടൺ ആസ് 2 raised to 1 2 3. 2 ക്യൂബ് ഇൻറ്റു 1 2 3, 5 raised to 3 വരുന്നു. അതുകൊണ്ട് ഘടകങ്ങളുടെ എണ്ണം നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ പവറിനോട് കൂടി 1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ആണ്. രണ്ടിടത്ത് 3 ആയതുകൊണ്ട് 3 + 1 × 3 + 1, ദാറ്റ് ഈസ് 4 × 4 16 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് നമ്പർ ഈസ് എ ഫാക്ടർ, ഘടകമാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഘടകങ്ങളുടെ എണ്ണം 16, 16 ബൈ ടോട്ടൽ നമ്പർ 1000, 16 ബൈ 1000 ആണ്. ഇനി അടുത്തൊരു കാര്യമുള്ളത്, ഇത് ഈ നമ്പർ 3 ഡിജിറ്റ് പാലിഡ്രോമിക് നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? പാലിഡ്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വായിച്ചാൽ ഒരേപോലെ കിട്ടുന്ന നമ്പർ ആവണം. ഉദാഹരണത്തിന് ഇപ്പോൾ 1 2 3 2 1 വന്നാൽ ഇവിടെ അങ്ങോട്ട് 1 2 3 1 വരാം, ഇങ്ങോട്ട് വായിച്ചാലും 1 2 3 2 1 വരാം. രണ്ട് രീതിയിൽ വായിച്ചാലും ഒരേപോലെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ പാലിഡ്രോം നമ്പർ, ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് 2 ഡിജിറ്റ് ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടെന്നാണ്. 2 ഡിജിറ്റ് നമ്പർ ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ട്? അപ്പൊ 2 ഡിജിറ്റ് നമ്പർ നമുക്ക് കാണാൻ 1 നിന്നാണ് തുടങ്ങണമെങ്കിൽ വീണ്ടും 1 തന്നെ വരണം, എന്നാലേ നമുക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1 1 വരാം, 2 2 വരാം, 3 3 വരാം, 4 4 വരാം, 5 5 വരാം, 6 6 വരാം, 7 7 വരാം, 8 8 വരാം, 9 9 വരാം. അപ്പൊ 2 ഡിജിറ്റ് വരുന്ന 9 എണ്ണമാണ് ഉള്ളത്, 9 എണ്ണം ഉള്ളത്. 3 ഡിജിറ്റ് ആണെങ്കിലോ അപ്പൊ ആലോചിക്കേണ്ടത് ഇതിന്റെയൊക്കെ കൂടെ 1 നിന്ന് തുടങ്ങിയാൽ 1 തന്നെ അവസാനിക്കണം, എന്നാലും നമുക്ക് തിരിച്ചു വായിക്കുമ്പോൾ ഒരേപോലെ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നടുക്കത്തെ നമ്പർ മാത്രമാണ്. അപ്പൊ 1ന്റെ കൂടെ നമുക്ക് 0 വെക്കാം, 1 1 വരാം, 1 2 1 വരാം, ഇങ്ങനെ 1 9 വരെ വരാം. അപ്പൊ ഇത് 10 നമ്പർ വരും. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ കൂടെ 10 എണ്ണം ഉണ്ടാവും. 11ന്റെ കൂടെ 10 എണ്ണം ഉണ്ടാവും, 22ന്റെ കൂടെ 10 എണ്ണം ഉണ്ടാവും, 33ന്റെ കൂടെ 10 എണ്ണം ഉണ്ടാവും, ഇങ്ങനെ 99ന്റെ കൂടെ 10 എണ്ണം ഉണ്ടാവും. അപ്പൊ 3 ഡിജിറ്റ് വരുന്നത് 90 നമ്പർ ആണ്. അപ്പൊ 90 പാലിഡ്രോം നമ്പർ ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് 3 ഡിജിറ്റ് പാലിഡ്രോം എന്ന് പറഞ്ഞാൽ അത് 90 ആണ്. 4 ഡിജിറ്റ് 90 തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടു. 4 ഡിജിറ്റ് 90 തന്നെയാണ്. കാരണം ഇപ്പൊ 1 2 1 എന്നൊക്കെ വന്നാല് നമുക്ക് നടുക്കൊരു നമ്പറും കൂടെ വരുമ്പോൾ 2 തന്നെ വരാൻ പറ്റുള്ളൂ, എന്നാലും അങ്ങോട്ട് ഇങ്ങോട്ട് വായിച്ചാൽ ഒരേപോലെ വരുള്ളൂ. അപ്പൊ 3 ഡിജിറ്റ് ആയാലും 2 ഡിജിറ്റ് ആയാലും സെയിം നമ്പർ തന്നെ വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് 3 ഡിജിറ്റ് പാലിഡ്രോം എന്ന് പറഞ്ഞാൽ 90 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ പാലിഡ്രോം, ഇരുവഴി സംഖ്യ ആവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ 90 ബൈ 1000 വരുന്നു. വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് 9 ബൈ 100 എന്ന് എഴുതാം. ഇനി ഇതേ സാധനം നമുക്ക് ചിലപ്പോൾ അത് പെർസെൻറ്റേജ് ആയിട്ടോ ഡെസിമൽ ആയിട്ടോ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയും കൂടെ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് പെർസെൻറ്റേജ് ആയിട്ട് എങ്ങനെ എഴുതാം, അതുപോലെ ഡെസിമൽ ആയിട്ട് എങ്ങനെ എഴുതാം, ഇതാണ് അറിയാം. അപ്പൊ ആദ്യത്തെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 16 ബൈ 1000 ആണ്. 16 ബൈ 1000 ആണ്. അതിന്റെ ഡെസിമൽ നമുക്ക് എളുപ്പം പറഞ്ഞൂടെ, താഴെ 3 0 ആണ്, 3 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടണം. 0.016 വരും. അതിന്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 ആണ്. 100ലേക്ക് മാറ്റിയിരുന്നതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് പറയാ. അവിടുത്തെ 2 0 കട്ട് ചെയ്തിട്ട് 16 ബൈ 10 പെർസെൻറ്റേജ് ആണ്. രണ്ടാമത്തത് 9 ബൈ 100 ആണ്. അതിന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.09 ആണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 9 ബൈ 100 ഇൻറ്റു 100 വരുന്നു. അപ്പൊ അത് 9% ആണ്. ചിലപ്പോൾ അത് പെർസെൻറ്റേജ് ആയിട്ടോ ഡെസിമൽ ആയിട്ടോ എഴുതാനും കൂടെ ചിലപ്പോൾ ചോദ്യം വരാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരാം, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. പിന്നെ
10th A class, there are 30 boys and 20 girls. 10th B, there are 25 boys, 15 girls. One student is to be selected from each class. How many different ways we can select the student? What is the probability of both being boys? What is the probability of both being girls? What is the probability at least one girls? 10 A യിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. 10 B യിൽ 25 ആൺകുട്ടികളും 15 പെൺകുട്ടികളും ഉണ്ട്. ഓരോ ഡിവിഷനിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. ഈ രീതിയിൽ ആകെ എത്ര സംഖ്യാ ജോഡികൾ സാധ്യമാണ്? തിരഞ്ഞെടുക്കുന്ന രണ്ട് കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ്? പെൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ്? ഒന്നെങ്കിലും പെൺകുട്ടിയാവാനുള്ള സാധ്യത എന്താണ്? അപ്പൊ 10th A ക്ലാസ്സില് നമ്മൾ വരുന്നത് 30 ബോയ്സ് 20 ഗേൾസ്, 30 ബോയ്സ് 20 ഗേൾസ്, അപ്പൊ ടോട്ടല് 50 പേരാണ്. 10th B ക്ലാസ്സില് ഇതുപോലെ 25 boys and 15 girls. 25 boys, 15 girls. അപ്പൊ ടോട്ടല് 40 ആണ്. ആദ്യത്തെ ചോദ്യം, ഇതിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കാം. ആകെ എത്ര സംഖ്യാ ജോഡികൾ സാധ്യമാണ്? ഏതൊക്കെ രീതിയിൽ ഇത് തിരഞ്ഞെടുക്കാം? അപ്പോ നമ്പർ ഓഫ് പേയേഴ്സ് ആണ്. അപ്പൊ അത് ടോട്ടൽ പേയേഴ്സ് ആണ് ഇങ്ങനെ വരുമ്പോ കാണേണ്ടത്. മൊത്തം ജോഡികളുടെ തുകയാണ്. ആകെ ജോഡിയാണ്. എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം എന്ന് ചോദിച്ചാൽ കാണേണ്ട രീതി. ഇപ്പൊ ജോഡി ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ എപ്പോഴും നമ്മൾ ഗുണനഫലമാണ് എടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ 10 A ക്ലാസ്സില് 50 കുട്ടികളാണ്. 50 ഇൻറ്റു 10 B യില് 40 കുട്ടികളാണ്. 50 ഇൻറ്റു 40 2000 ആണ് ടോട്ടൽ പേർ. അപ്പൊ ഒന്നാമത്തെ ചോദ്യമായ ഏതൊക്കെ രീതിയിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം എന്ന് വെച്ചാൽ ആകെ ജോഡികളുടെ എണ്ണമാണ്, അത് 2000 ആണ്. ദെൻ അടുത്തത്, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ്, രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്താന്ന് ചോദിച്ചാൽ, രണ്ട് കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യത വെക്കുമ്പോൾ ഒന്നാമത്തെ 10 A ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം ഇൻറ്റു 10 B ക്ലാസ് നിന്നും ആൺകുട്ടി തന്നെ വരണം, നല്ല രണ്ടും ആൺകുട്ടിയാവുള്ളൂ. 25 ബൈ, വേണമെങ്കിൽ അതിനെ നമുക്ക് താഴെ 50 ഇൻറ്റു 40 തന്നെ എഴുതാം. ഇങ്ങനെ ഗുണിച്ചെഴുതണമെന്നില്ല, പകരം കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാവും. ഇത് ഒരു 0 കട്ട് ചെയ്യാം. 25-ന് 5 കൊണ്ട് ഹരിച്ച് 5 പ്രാവശ്യം വരും. അപ്പൊ 3. ഇനി ഈ 5-ന് 40 കൊണ്ട് ഹരിച്ച് 8 പ്രാവശ്യം വരും. 3/8 എന്ന് വരും. സിംപ്ലിഫൈ അത്ര നിർബന്ധമൊന്നുമില്ല, സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും പ്രശ്നമല്ല. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ് ആണ്. രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണെന്നാണ്. രണ്ട് പെൺകുട്ടികളാവാനുള്ള സാധ്യത പറയുമ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിലെ 10 A ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ഇൻറ്റു 10 B ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം 15 ബൈ ആകെയുള്ള എണ്ണം 50 ഇൻറ്റു 40 അല്ലെങ്കിൽ 2000 എന്ന് എഴുതാം. 20ഉം 40ഉം ഇവിടെ കട്ട് ചെയ്തവിടെ 2 പ്രാവശ്യം വരും. 15ഉം 50ഉം കൂടെ 5 കൊണ്ട് കട്ട് ചെയ്ത 3 പ്രാവശ്യം 10 പ്രാവശ്യം വരും. നമ്മുടെ 3/20 എന്നുള്ള ആൻസർ വരും. 3/20. രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത. അടുത്തത്, ഒരാളെങ്കിലും പെൺകുട്ടിയാവാനുള്ള സാധ്യത എന്താന്ന ചോദ്യം. അറ്റ്ലീസ്റ്റ് വൺ ഗേൾ. അപ്പോ ഒരാളെങ്കിലും പെൺകുട്ടിയാവാന്ന് പറഞ്ഞാൽ, അപ്പൊ അതിന്റെ ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കാം. ഒരാളെങ്കിലും പെൺകുട്ടിയാവാൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ടും പെൺകുട്ടിയാവാം. 10 A ക്ലാസ്സിൽ നിന്നും 10 B ക്ലാസ്സിൽ നിന്നും ഗേൾസ് വരാം. 10 A ഗേൾസും 10 B ബോയ്സും വരാം. തിരിച്ച് 10 B ഗേൾസും 10 A ബോയ്സും വരാം. അങ്ങനെയാണെങ്കിൽ പറ്റാത്തൊരു സാധനമുണ്ട്. ബോത്ത് ഗേൾസ് ആണെങ്കിൽ, അല്ല ബോത്ത് ബോയ്സ് എന്നുള്ളതിനകത്ത് പറ്റൂല. ബോത്ത് ബോയ്സ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് വൺ ഗേൾസ് ആവാൻ പറ്റാത്ത സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി ഇതൊന്ന് പാടില്ലാത്ത പ്രോബബിലിറ്റി മൈനസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്ന് പറയുമ്പോൾ 2 ബോയ്സ് ആവുന്നത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്ന് ബോത്ത് ബോയ്സ് ആവാൻ മൈനസ് ചെയ്യുന്നു. അപ്പൊ 1 മൈനസ് ബോത്ത് ബോയ്സ് എന്ന് പറയുന്നത് 3/8 ആണ്.
1 minus 3 by 8, that is 5 by 8 is the answer. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞത് ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ സ്റ്റാറ്റിയിലെ 2 ചോദ്യങ്ങൾ ചെയ്യാണ്. അപ്പൊ ഇതുപോലെ വന്നു. വെയിറ്റ് ഓഫ് 10 സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ ക്രിക്കറ്റ് ക്ലബ്ബ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ. ക്രിക്കറ്റ് ക്ലബ്ബിലെ 10 കുട്ടികളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്, മീനും മീഡിയനും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിലെ മധ്യത്തിലുള്ള നമ്പറാണ്. മിഡിലെ നമ്പറാണ്. അപ്പൊ മിഡിലെ നമ്പർ ഓഫ് ടേംസ്, ആകെയുള്ള എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നടുക്ക് ഒരെണ്ണം ഉണ്ടാവും, ഇരട്ട സംഖ്യയാണെങ്കിൽ നടുക്ക് 2 എണ്ണം ഉണ്ടാവും. ഒറ്റ സംഖ്യയാണെങ്കിൽ ഒരെണ്ണമാണ്, ഇരട്ട സംഖ്യയാണെങ്കിൽ 2 എണ്ണം ഉണ്ടാവും. ഈ 2 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ 2ഉം കൂടെ എടുത്തിട്ട് ശരാശരി എടുക്കുന്ന, ആവറേജ് എടുക്കുന്നതാണ് മീഡിയൻ ആയിട്ട് വരിക. അപ്പൊ ഇത് എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിന് ഓർഡറിൽ എഴുതണം. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ വലിപ്പക്രമത്തിൽ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് നമ്പർ 32 ആണെന്ന് തോന്നുന്നു. 32, നെക്സ്റ്റ് 33, 30 ഉണ്ട്. ഫസ്റ്റ് 30, 32, 33, then 34, 35, 36, 37, 38 and 39. അപ്പോൾ 30, 32, 33, 34, 35, 36, 37, 38, 39 ഇതാണ് നമ്പേഴ്സ് വരുന്നത്. ഒരെണ്ണം കൂടെ, again 40. അപ്പൊ ഇതാണ് 10 നമ്പേഴ്സ്. അപ്പൊ ഇതിനകത്ത് മിഡിലിൽ വരുന്ന നമ്പേഴ്സ് നോക്കിയാൽ നമുക്കറിയാം ഇത് രണ്ടും ഇവിടെ മിഡിലായിട്ട് വരികയാണ്. 2 നമ്പർ മിഡിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞത് ഈ 2 നമ്പറും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് എടുക്കണം. അപ്പോൾ 35.5 ആണ് വരുന്നത്. മിഡിൽ ഒരെണ്ണം ആണെങ്കിൽ നേരെ അത് മീഡിയൻ ആയിരിക്കും. ഒരെണ്ണം അല്ല 2 എണ്ണം ഉണ്ടെങ്കിൽ 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഹാഫ് എടുക്കണം. ദെൻ മീൻ കണ്ടുപിടിക്കാന്, മാധ്യം കണ്ടുപിടിക്കാന്, മധ്യമമാണ് ഇപ്പൊ കണ്ടുപിടിച്ചത് നമ്മള്, മാധ്യമാണ് ചോദിക്കുന്നെങ്കിൽ, മധ്യമമാണ് ഇത് കണ്ടുപിടിച്ചത്, മീഡിയം എന്ന് പറഞ്ഞത് മീനാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 30 പ്ലസ് 32 പ്ലസ് 33 പ്ലസ് 34 പ്ലസ് 35 പ്ലസ് 36 പ്ലസ് 37 പ്ലസ് 38 പ്ലസ് 39 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 10. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 354 വരുന്നു. 354 then by 10 equal to 35.4 is the answer. ചെറിയ വ്യത്യാസമുള്ളൂ, 35.5 35.4 വലിയ വ്യത്യാസമില്ലാത്ത അളവുകളാണ്. അപ്പൊ അതുകൊണ്ട് മീനും മീഡിയൻ ഏകദേശം ഒരേപോലെ വരുന്നു. അപ്പൊ ഇതുപോലത്തെ ഒരു ചോദ്യം വരാം. അപ്പോൾ ഇങ്ങനെ റോ ഡാറ്റ വരുന്ന ഇത് വന്നാൽ അതിന്റെ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഉറപ്പായിട്ടും ഇതുപോലത്തെ ഒരു ചോദ്യം എക്സാമിന് ഉണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ട് ഈ സാധനം നന്നായി മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ ഇലക്ട്രിസിറ്റി വന്നു, ഇതിനകത്ത് ചോദിക്കാൻ സാധ്യത ഉള്ളത് എത്രാമത്തതാണ് മീഡിയൻ വരിക, മധ്യമമായി വരുന്നത് ഏതായിരിക്കും. അതുപോലെ മധ്യമ ക്ലാസ് തുടങ്ങുന്ന ഒരു നമ്പർ ഉണ്ടാവും, അതിന്റെ വാല്യൂ എന്തായിരിക്കും. ഇങ്ങനെയുള്ള സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പൊ ആ സബ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള കൃത്യമായിട്ട് ചെയ്യാൻ പഠിച്ചാല് ഓക്കെ. ആദ്യം നമ്മൾ ഈ ബോക്സ് ഒന്ന് മാറ്റി വരക്കുന്നു. ഇത് 80 to 100 ആണ്. അപ്പൊ അപ് ടു 100 8 വരുന്നു. അപ് ടു 120 ആകുമ്പോൾ 8ഉം 12ഉം കൂടെ ഉള്ള 20 ആവുന്നു. അപ് ടു 140 ആകുമ്പോൾ 10ഉം കൂടെ ആഡ് ചെയ്യുന്നു. 160 ആകുമ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുന്നു. 180 ആകുമ്പോൾ ടോട്ടൽ വരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ബോക്സ് ഒന്ന് മാറ്റി വരക്കുന്നു. എന്നിട്ട് അപ്പൊ ടോട്ടൽ വരുന്നത് ഇവിടെ 45 ആണ്. എങ്കിൽ പൊസിഷൻ ഓഫ് മീഡിയൻ, എത്രാമത്തതാണ് മീഡിയൻ എന്നത് ആദ്യം കണ്ടുപിടിക്കാം നമ്മൾ. പൊസിഷൻ ഓഫ് മീഡിയൻ, മധ്യമ
സ്ഥാനം എന്താണ്? ഇതാണ് നമ്മൾ എത്രാമത്തെ കുടുംബത്തിന്റെ കൺസെപ്ഷനാണ്, ഉപയോഗമാണ് മധ്യമമായി സ്വീകരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എടുക്കേണ്ട ഉത്തരം ഇതാണ്. അപ്പോൾ പൊസിഷൻ ഓഫ് മീഡിയൻ ഇത് കിട്ടാന് ആകെയുള്ള എണ്ണ എത്രയാണോ അതിനോട് ഒറ്റ എണ്ണാണെങ്കിൽ നടുക്കത്താണ് ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുന്നു. അപ്പൊ 46ന്റെ പകുതി 23. 23ാമത്തതാണ് മധ്യമമായി വരുന്ന സ്ഥാനം. ഓക്കെ, അടുത്ത ഇനി വരേണ്ടത് മധ്യമ വിഭാഗം കണ്ടുപിടിക്കണം. മധ്യമ വിഭാഗം, മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞത് ഏത് ക്ലാസ്സിലാണ് നമ്മളെ മീഡിയൻ ഉണ്ടാവുക എന്നുള്ളത് അറിയണം. അപ്പൊ നമുക്കറിയാം 20 വരെ ഇവിടെയാണ്. 23 പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇടക്കാണ് വരുന്നത്. 23 രണ്ടിന്റെ ഇടക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്ലാസിന്റെ ഇടക്കായിരിക്കും നമ്മുടെ മീഡിയൻ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയൻ ആയിട്ട് വരുന്ന വിഭാഗം ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാവും. അപ്പോൾ ഇതുവരെയാണെങ്കിൽ 20 ആണ്, 23 വരുന്നത് ഈ ക്ലാസ്സിലാണ് നടത്തുന്നത്. അപ്പൊ 120, 140 ഇവിടുത്തെ മീഡിയൻ ക്ലാസ് ആയിട്ട് വരുന്നത്. 120, 140. ഇനി ഇവിടെ നിന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് പോലെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മാറ്റം എടുത്ത് എഴുതാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ സങ്കല്പ പ്രകാരം നമ്മൾ കോമൺ ഡിഫറൻസ് എത്ര എന്ന് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് കാണാൻ ഇതിന്റെ ഡിഫറൻസിന് 140 മൈനസ് 120 എന്നുള്ള വ്യത്യാസത്തിന് അതിന്റെ നമ്പർ കൊണ്ട്, അതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അവിടെ 20/10 2 ആണ്. ഈ ക്ലാസ്സിൽ ആദ്യത്തത് തുടങ്ങുന്നത് നമുക്കറിയാം 20 വരെ ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ 21ാമത്തതാണ് ഇവിടെ തുടങ്ങുന്ന ആദ്യത്തത്. 21ാമത്തെ കണ്ടുപിടിക്കണം. അത് കാണാന് ഈ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ആയി ചെറിയ സംഖ്യനോട് കൂടി നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസിന്റെ പകുതി കൂട്ടണം. 120 പ്ലസ് d/2, അതായത് 120 പ്ലസ് ഡി എന്നുള്ളത് 2 ആണ്. അപ്പൊ ഡിയുടെ പകുതി എന്ന് പറഞ്ഞത് 1 ആണ്. 121. 21ാമത്തെ 121. അങ്ങനെയാണ് ഇനി നമ്മള് മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കണം. മീഡിയൻ മധ്യമം നമുക്കറിയാം 23ാമത്തേതാണ്. 21ാമത്തെ ടേമാണ് നമുക്കറിയാം. 23ാമത്തെ കിട്ടാൻ ഇതിനോട് കൂടി ഒരു 2 ഡിയും കൂടെ കൂട്ടിയാൽ മതിയല്ലോ. 21 പ്ലസ് 2 ഡി, അപ്പൊ 121 പ്ലസ് 2 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 2, 125. ഇതാണ് മധ്യമ ഉപഭോഗമായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമുള്ളത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചിലതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീണ്ടും എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, കൂടുതൽ ഇത് തരാം. നമ്മളൊരു ക്ലാസ് ഒരുപാട് ലെങ്ത് വരരുത് ചെയ്തിട്ടാണ് നമ്മൾ അധികം വിശദീകരിക്കാതെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നന്നായി ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത സെഷൻ വരുന്നത് ശ്രദ്ധിക്കുക. ഇതിന്റെ പാർട്ട് 2 നമ്മൾ വെള്ളിയാഴ്ച 7 മണിക്ക് അപ്ലോഡ് ചെയ്യും. 7 മണിക്ക് ലൈവായിട്ട് വരുന്നുണ്ടാവും. അപ്പം 7 മണിക്ക് കാണാൻ വേണ്ടി ശ്രമിക്കുക. UB Maths എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോടെ ചെയ്തു വെച്ചാൽ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷനോട് വരും. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് കാണാം. അതുവരെ നമുക്ക് നിർത്താം. താങ്ക് യു. എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങി നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സപ്പോർട്ട് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പരീക്ഷ എഴുതി വളരെ മനോഹരമായിട്ട് റിസൾട്ട് വരാവുന്ന രീതിയിൽ ഒരുങ്ങുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.